friends, welcome to Pradap Tech. Realme 5 camera review. Camera specification എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. അതേപോലെ ക്യാമറ ഇന്റർഫേസ് ഒക്കെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേണ്ടവർക്കൊക്കെ അത് നോക്കാം. ഇനി നമുക്ക് നേരെ ക്യാമറ സാമ്പിളുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മെയിൻ ക്യാമറയുടെ ഒരു ഇമേജാണ് നമ്മൾ കാണുന്നത്. നല്ല ഡൈനാമിക് റേഞ്ചും നല്ല ക്വാളിറ്റിയും നമുക്ക് കാണാം. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലെവലും മനസ്സിലാക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് കാണാം. അടുത്തൊരു ഇമേജാണ്, അതും നല്ല ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയും നമുക്ക് കാണാം. കുറച്ചധികം ഇമേജുകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി അതിൻ്റെ ക്വാളിറ്റിയും നിലവാരവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഡേ ലൈറ്റിൽ കാണുന്ന ഈ Realme 5 ക്യാമറ ക്വാളിറ്റി സാറ്റിസ്ഫാക്ടറിയാണ്. കാരണം അത് 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കിട്ടുന്ന ഒരു ഫോണിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് തൃപ്തികരമായ ഒരു ക്വാളിറ്റിയാണ്. കുറച്ച് ഇമേജസ് കൂടി കാണുക. അത് കഴിയുമ്പോൾ നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിൽ എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ പ്രൈസിങ് 3GB RAM 32GB ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റ് 10,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 4GB RAM 64 വരുമ്പോൾ 11,000 രൂപ വരും. അതേപോലെ തന്നെ 4GB RAM 128GB സ്റ്റോറേജ് ഉണ്ട്, അതിന് 12,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ ക്ലിയർ ആണ്. അതിനോടൊപ്പം തന്നെ മെയിൻ സബ്ജക്റ്റിൽ ഫേസിലും നമുക്ക് കൃത്യമായ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഡേ ലൈറ്റിൽ മെയിൻ ക്യാമറ യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത് ലാൻഡ്സ്കേപ്പിലായാലും ഹ്യൂമൻ സബ്ജക്റ്റിലായാലും പോർട്രേറ്റ് മോഡിലായാലും എല്ലാത്തിലും. ഇനി നമുക്ക് സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഫേസിലും നമുക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും കാണാം. അപ്പോൾ മെയിൻ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ പരാതിയും പറയാനില്ല. അത് നല്ലൊരു ക്വാളിറ്റി മൊത്തത്തിലുള്ള ഇമേജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ MI A3യുടെ ഒരു കമ്പാരിസൺ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ആ ഒരു സംഭവം അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് നമ്മൾ കൃത്യമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ സാമ്പിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോ സാമ്പിളുകളിലേക്ക് കിടക്കാം. ഫുൾ HDയുടെ ഒരു വീഡിയോ സാമ്പിളാണ് നമ്മൾ കാണുന്നത്. സ്റ്റെബിലൈസേഷൻ്റെ ലെവൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഷാർപ്നെസ്സും ഡീറ്റെയിൽസ് ലെവലും എല്ലാം ഓക്കെയാണ്. നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നടന്ന് നോക്കിയാൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ലെവലും മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്കിത് മതിയാകുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. പിന്നെ എക്സ്പോഷറിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെ എക്സ്പോഷറൊക്കെ കൺട്രോൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഫോക്കസിൻ്റെ കാര്യവും വളരെ ഫാസ്റ്റായിട്ട് ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ക്യാമറയുടെ ഓപ്പറേഷൻ്റെ ഭാഗത്ത് യാതൊരു ലാഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം എക്സ്പോഷർ പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് ഫുൾ HD വീഡിയോ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂസും നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ പ്രൈസ് റേഞ്ച് കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്കിതിൻ്റെ 4K റെസൊല്യൂഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് 4K വീഡിയോ ആണ്. ക്വാളിറ്റി നല്ല കണ്ടീഷനാണ്. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റെബിലൈസേഷൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. 4K അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് സ്റ്റെബിലൈസേഷൻ ആരും തരുന്നില്ല. മൊത്തത്തിൽ ഇതാണ് 4Kയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണാൻ പോകുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കേട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ കാണുന്നത് ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യമൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയും നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ ഒരു സൗണ്ട് പിന്നെ ഹൈവേ ആണ്, എങ്കിലും എൻ്റെ സൗണ്ടിൻ്റെ കാര്യങ്ങളൊന്ന് ഏകദേശം ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടത്. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും ഒത്തിരി സ്കൈ ഒക്കെ ബേണൗട്ടായി പോയിട്ടുണ്ട്. ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെൽഫി ഫേസൊക്കെ നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളുണ്ട്. നല്ല ക്വാളിറ്റിയും കാണാനുണ്ട്. അപ്പോൾ ഇതാണ് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. ഇനി നമ്മൾ കാണുന്നത് സ്ലോ മോഷൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഫുൾ HDയിൽ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡും HDയിൽ നമുക്ക് ഈ കാണുന്ന 240 ഫ്രെയിം പെർ സെക്കൻഡും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു സ്ലോ മോഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരികയാണ്. മെയിൻ ക്യാമറ ഹ്യൂമൻ സബ്ജക്റ്റിനെ ഈ രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ലൈറ്റ് സ്വല്പം കുറവാണെങ്കിൽ നമ്മൾ ആ കണ്ട പോലെ ഇരിക്കും, കുറച്ച് കൂടുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് വരും. ഇനിയും ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറച്ചും കൂടി കൂടുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ലൈറ്റിങ്ങിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോടും നല്ല പെർഫോമൻസും മെയിൻ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. ഇനി കുറച്ച് ലാൻഡ്സ്കേപ്പ് ഇമേജുകളൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് മറ്റുള്ള സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോഴെന്ന്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ രാവിലെ ഒരു 5:15 നേരമാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ക്യാമറ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു തിരക്കേടില്ലാത്ത ക്വാളിറ്റി. ഈ ഒരു പ്രൈസ് റേഞ്ച് കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഈ ഡാർക്ക് ഏരിയകളിലേക്ക് നോക്കുമ്പോൾ നോയ്സ് കുറച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതല്ലാതെ കണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ലോ ലൈറ്റ് ഇമേജുകളൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫുൾ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ രീതിയിൽ തന്നെ ക്യാപ്ചർ ആവുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ ചുറ്റുമുള്ള ഡാർക്ക് ഏരിയകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് നോയ്സ് ലെവൽ കാര്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇതിൽ കാണാൻ പറ്റില്ല, പക്ഷേ എനിക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു നോയ്സ് ലെവൽ ഡാർക്ക് ഏരിയകളിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ലോ ലൈറ്റിലെ ഒരു കാര്യം. ഒരു വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് മെയിൻ ക്യാമറ തരുന്നുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ അതേപോലെ തന്നെ നല്ല മികച്ചൊരു ക്വാളിറ്റി നമുക്കിവിടെ സെൽഫി ക്യാമറയിൽ, പ്രത്യേകിച്ചും ലൈറ്റൊക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ ഫേസിൽ നല്ല ഡീറ്റെയിൽസ് ലെവൽ കാണാം. അതേസമയം നോയ്സ് ലെവൽ നമുക്ക് ഡാർക്ക് ഏരിയകളിൽ കുറച്ച് നോയ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ലൈറ്റ് ഉള്ളപ്പോൾ പോലും നമുക്ക് ആ ഡാർക്ക് ഏരിയകളിൽ കുറച്ച് നോയ്സ് ലെവൽ കാണാം. പക്ഷേ എങ്കിലും ആ ഡയറക്റ്റ് ഫേസും കാര്യങ്ങളും പോർട്രേറ്റ് മോഡൊക്കെ കൊടുക്കുമ്പോഴും നമുക്ക് നല്ലൊരു മികച്ച ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പെർഫോമൻസിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോൺ ഈ ഒരു ക്വാളിറ്റി തരിക എന്ന് പറയുന്നത് ഓക്കെ തന്നെയാണ്. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചും ഈ ലോ ലൈറ്റ് ഇമേജുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ലോ ലൈറ്റ് വീഡിയോ സാമ്പിളുകളിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ലോ ലൈറ്റിൻ്റെ ഒരു വീഡിയോ പെർഫോമൻസ് ആണ്. നോയ്സ് ലെവൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോ ലൈറ്റ് ഇമേജുകൾ എടുക്കുന്നത് രാവിലെ ഒരു 5:30 നേരത്താണ്. അപ്പോൾ ആ ഒരു ടൈമിലെ ഒരു അന്തരീക്ഷം ആലോചിക്കുക. ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ഫുട്ടേജ് ആണ്, പക്ഷേ നോയ്സ് ലെവൽ കാര്യമായിട്ട് കാണാനുണ്ട്. ഈ ഒരു ഇമേജിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് ഡാർക്കാണ് ടൈം. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കുമ്പോൾ ഈ ലൈറ്റിംഗ് ഉള്ള സാഹചര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഡാർക്ക് ഏരിയകളിൽ നമുക്ക് നന്നായിട്ട് നോയ്സിൻ്റെ ലെവലും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് സിറ്റുവേഷനിലുള്ള വീഡിയോ എടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടമായ കാര്യമായിരിക്കില്ല, പ്രത്യേകിച്ചും ഫോണുകളിൽ. എങ്കിലും ആ ഒരു ലെവലിൽ വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ചും ഫോക്കസ് ഹണ്ടിങ് നടക്കുന്നത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫോക്കസിൻ്റെ ഒരു ഇഷ്യൂ പ്രത്യേകിച്ചും ഈ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ലോ ലൈറ്റിലെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൽഫി ക്യാമറ ലോ ലൈറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ആണ്. ലൈറ്റ് വളരെ കുറവുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും. ലൈറ്റിന് മുമ്പിലേക്ക് നമ്മൾ നീങ്ങുന്തോറും അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സോഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി അവസാനത്തേക്ക് വരുമ്പോൾ ഈ ഒരു ക്വാളിറ്റി നമുക്ക് സെൽഫി ക്യാമറയുടെ പെർഫോമൻസിൽ കാണാൻ സാധിക്കും. കുറച്ചൊന്ന് കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇതിൽ ക്വാഡ് ക്യാമറയാണ്. 2x സൂം ഉണ്ട്, അതേപോലെ വൈഡ് ആംഗിൾ ഉണ്ട്, മാക്രോ ലെൻസ് ഉണ്ട്. ഈ ഒരു മെയിൻ ഇമേജിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കുക. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മെയിൻ ഇമേജിനെ ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്തെടുത്തപ്പോഴുള്ള ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി ഒന്ന് മനസ്സിൽ വെക്കുക. ഇത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഇമേജുകളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇത് നോർമൽ ഇമേജ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ റെസൊല്യൂഷൻ കണ്ടു. ഇതാണ് ശരിക്കുള്ള ആ നോർമൽ ഇമേജ്. ഇത് 2x സൂം ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ 2x സൂമിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഇതിനെ ഫുൾ റെസൊല്യൂഷനിലേക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം മെയിൻ ഇമേജിനെ ഫുൾ റെസൊല്യൂഷനിൽ എടുത്തപ്പോൾ കണ്ട ഒരു ക്വാളിറ്റി കാണില്ല. ഡിജിറ്റൽ സൂമാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ മെയിൻ ഇമേജിനെ, ഇത് മെയിൻ ഇമേജാണ്, ഇതിൻ്റെ വൈഡ് ആംഗിൾ കൊടുക്കാൻ പോവുകയാണ്. വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കാം. ഇത് വൈഡ് ആംഗിളാണ്. വൈഡ് ആംഗിൾ എടുക്കുമ്പോഴും നമുക്ക് ഒരു നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് അത്യാവശ്യം സൂം ചെയ്തെടുക്കുമ്പോഴും ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ മെയിൻ ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും ഒരുപോലെ യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാക്രോ ലെൻസിൻ്റെ വളരെ ക്ലോസപ്പിലേക്ക് അടുത്ത് പിടിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം കാണുക. നല്ല ക്വാളിറ്റിയിൽ തന്നെ സൂം ചെയ്ത് നോക്കുമ്പോഴും നല്ല ക്വാളിറ്റിയിൽ, അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസപ്പിൽ പിടിച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റി നമുക്ക് അതിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ Realme 5ൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.